2013 ഇറങ്ങിയ ഒരു ഗംഭീരമായ ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് പസഫിക് റിം. മനുഷ്യരെ മൊത്തം നശിപ്പിച്ച് കളയാൻ ഗോഡ്സിലെ പോലത്തെ ജീവികളെ ഏലിയൻസ് ഭൂമിയിലേക്ക് അയച്ചു. അവയെ പ്രതിരോധിക്കാൻ മനുഷ്യരാശി ബൃഹത്തായ റോബോട്ടുകൾ ഉണ്ടാക്കി. അങ്ങനെ ആ ജീവികളും റോബോട്ടുകളും തമ്മിലുള്ള യുദ്ധമാണ് സിനിമയുടെ ഇതിവൃത്തം. സമീപകാലത്ത് തന്നെയാണ് കഥ നടക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. 2013 പസഫിക് മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിൽ വലിയൊരു വിള്ളലുണ്ടായി. ദ ബ്രീച്ച് എന്നാണ് ഈ വിള്ളലിനെ പറയുന്നത്. അത് ശരിക്കും പ്രപഞ്ചത്തിന്റെ ഏതോ കോണിലുള്ള മറ്റൊരു ഗ്രഹവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പോർട്ടലായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അത് ടെലിപോർട്ട് ചെയ്യാനുള്ള ഒരു വാതിലായിരുന്നു. ആ പോർട്ടലിലൂടെ ഒരു ജീവി ഭൂമിയിലേക്ക് കയറി വന്നു. അത് ഗോഡ്സിലയെ പോലെ ബ്രഹ്മാണ്ഡമായ ഒരു മോൺസ്റ്റർ ആയിരുന്നു. സമുദ്രത്തിൽ നിന്നും അത് നേരെ കാലിഫോർണിയയിലേക്കാണ് വന്നത്. ടാങ്കുകളും ജെറ്റുകളും മിസൈലുകളും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടും ആ മോൺസ്റ്ററിനെ കൊല്ലാൻ ഒരാഴ്ചയോളം സമയമെടുത്തു. അതിനിടയിൽ 10,000 പേരുടെ ജീവനാണ് നഷ്ടമായത്. അതോടെ എല്ലാം തീർന്നുവെന്ന് സമാധാനിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ 6 മാസങ്ങൾ കഴിഞ്ഞതും വീണ്ടും ഒരു മോൺസ്റ്റർ കയറി വന്നു. അത് ഫിലിപ്പൈൻസിനെയാണ് ആക്രമിച്ചത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതിനെയും കൊന്നുകളഞ്ഞു. വീണ്ടും ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ മോൺസ്റ്റർ വന്ന് മെക്സിക്കോയെ ആക്രമിച്ചു. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മോൺസ്റ്റേഴ്സ് കയറി വന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഇതിനൊരു അവസാനമില്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞു. അതിനാൽ ലോകരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഇതിനൊരു പ്രതിവിധി കണ്ടെത്താൻ ശ്രമിച്ചു. പലരും പല ആശയങ്ങളും മുന്നോട്ട് വെച്ചെങ്കിലും അവസാനം തിരഞ്ഞെടുത്തത് ഏഗർ പദ്ധതിയായിരുന്നു. മോൺസ്റ്റേഴ്സിനെ ഫൈറ്റ് ചെയ്യാൻ മോൺസ്റ്റേഴ്സിനെ പോലെ തന്നെ ഭീമാകാരമായ റോബോട്ട്സിനെ നിർമ്മിക്കുന്ന പദ്ധതിയായിരുന്നു അത്. ഏഗർ എന്നാണ് ഈ റോബോട്ട്സിനെ പറയുന്നത്. സ്റ്റാക്കറിനെയാണ് ഈ പദ്ധതിയുടെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തത്. റോബോട്ട്സിന്റെ തലയ്ക്കുള്ളിലിരുന്ന് മനുഷ്യര് തന്നെയായിരിക്കും ഇതിനെ നിയന്ത്രിക്കുന്നത്. റോബോട്ട്സിനെ നിയന്ത്രിക്കുന്നവരെ ഏഗർ പൈലറ്റ്സ് എന്നാണ് പറയുന്നത്. ഒരാളെ കൊണ്ട് മാത്രം ഈ റോബോട്ട്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതിനാൽ 2 പൈലറ്റ്സ് ചേർന്നായിരിക്കും ഒരു റോബോട്ടിനെ നിയന്ത്രിക്കുന്നത്. ചില റോബോട്ട്സിന് 3 പൈലറ്റ്സ് വരെ ആവശ്യമാണ്. ഇങ്ങനെ റോബോട്ട്സിനെ വെച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ മോൺസ്റ്റേഴ്സിനെ നിസ്സാരം പോലെ കൊന്നു തള്ളാൻ തുടങ്ങി. മോൺസ്റ്റേഴ്സ് എന്ന് കേട്ടാൽ ആർക്കും പേടിയില്ലാതെയായി. അങ്ങനെ പല വർഷങ്ങൾ കടന്നുപോയി. അടുത്ത് 2020 US-ലെ ഒരു മിലിറ്ററി ബേസിന്റെ രംഗമാണ് കാണിക്കുന്നത്. മോൺസ്റ്റേഴ്സിനെ ഇപ്പോൾ കൈജു എന്നാണ് വിളിക്കുന്നത്. പുതിയൊരു കൈജു വന്നുവെന്നറിഞ്ഞ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ റേയും അവന്റെ സഹോദരൻ യാൻസിയും ആ മോൺസ്റ്ററിനെ ഫൈറ്റ് ചെയ്യാൻ പോകാൻ റെഡിയാവുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും ശക്തമായ റോബോട്ട് ജിപ്സി ഡേഞ്ചർ ആണ്. ആ റോബോട്ടിന്റെ പൈലറ്റ്സ് ആണ് ഇവര്. ആദ്യം 2 പേരും കൂടെ ജിപ്സിയുടെ തലയ്ക്കുള്ളിൽ കയറി ഡ്രിഫ്റ്റ് ചെയ്തു. ഈ ഡ്രിഫ്റ്റ് അല്ല, ഇവരുടെ തലച്ചോറിനെ റോബോട്ട്സിന്റെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയം 2 പൈലറ്റ്സിന്റെ തലച്ചോറുകൾ തമ്മിലും കണക്റ്റഡ് ആയിരിക്കും. ഒരാളുടെ ചിന്തകളെല്ലാം മറ്റേയാൾക്കും അറിയാൻ കഴിയും. അതായത് ബേസിക്കലി 2 പേരും ഒരാളായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാൻ ബേസിലെ കൺട്രോൾ സെന്ററിൽ കുറച്ചു പേരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ടെൻഡോ. സ്റ്റാക്കറും ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന കൈജു കാറ്റഗറി 3 ആണെന്നാണ് കമ്പ്യൂട്ടറിൽ കാണിക്കുന്നത്. സംഭവം ഓരോ തവണ വരുമ്പോഴും മോൺസ്റ്റേഴ്സ് കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 5 വർഷങ്ങളോളം വന്നത് കാറ്റഗറി 1 കൈജൂസ് ആയിരുന്നു. അതിനുശേഷം ഇതുവരെ വന്നത് കാറ്റഗറി 2 ആയിരുന്നു. എന്നാൽ ഇത് ആദ്യമായിട്ടാണ് കാറ്റഗറി 3യിലുള്ള ഒരു കൈജു വരുന്നത്. അതിനാൽ സ്റ്റാക്കറിനും ടെൻഡോയ്ക്കും ഒക്കെ ചെറിയ ടെൻഷനുണ്ട്. ഡ്രിഫ്റ്റ് കഴിഞ്ഞതും റോബോട്ടിന്റെ തല ചെന്ന് റോബോട്ടുമായിട്ട് കണക്റ്റഡ് ആയി. ശേഷം ജിപ്സി ബേസിന് പുറത്തു വന്ന് കടലിലൂടെ നടക്കാൻ തുടങ്ങി. ഈ സമയം അലസ്കയ്ക്ക് സമീപം ഒരു ബോട്ട് കരയെ ലക്ഷ്യമിട്ട് സമുദ്രത്തിലൂടെ പായുകയായിരുന്നു. അതിനിടയിൽ കൈജു ബോട്ടിനെ ആക്രമിക്കാൻ വന്നു. എന്നാൽ അപ്പോഴാണ് ജിപ്സി അവിടെ എത്തിയത്. പിന്നെ ജിപ്സിയും കൈജുവും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റായി. ജിപ്സി കൈജുവിനെ കുറെ ഇടിച്ചു. അവസാനം ഒരു കൈയിൽ വലിയൊരു വെപ്പൺ ആക്ടിവേറ്റ് ചെയ്തു. എന്നിട്ട് അത് വെച്ച് വെടിവെച്ചതും കൈജു പടമായി. സന്തോഷത്തോടെ റേയും യാൻസിയും തിരിച്ചു പോകാൻ നിന്നു. എന്നാൽ ടെൻഡോയുടെ കമ്പ്യൂട്ടറിൽ കൈജു ചത്തിട്ടില്ലെന്നാണ് കാണിക്കുന്നത്. അത് ഉടൻ തന്നെ അവൻ പൈലറ്റ്സിനെ വിളിച്ചറിയിച്ചു. പക്ഷെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ പെട്ടെന്ന് കൈജു എണീറ്റ് ചാടി വന്ന് ജിപ്സിയെ ആക്രമിക്കാൻ തുടങ്ങി. നേരത്തെ ചെയ്ത പോലെ വീണ്ടും കയ്യിലെ വെപ്പൺ ഉപയോഗിച്ച് വെടിവെക്കാൻ നോക്കി. എന്നാൽ ഉടനെ കൈജു അതിന്റെ കൂർത്ത മുഖം കൊണ്ട് കുത്തി ആ കൈയെ മൊത്തത്തിൽ മുറിച്ചു കളഞ്ഞു. പിന്നെ ഒറ്റ കൈകൊണ്ട് വീണ്ടും ജിപ്സി ഫൈറ്റ് ചെയ്തു. ഇടയ്ക്ക് കൈജു ജിപ്സിയുടെ തലയും കുത്തി പൊളിച്ചു. എന്നിട്ട് തലയുടെ ഒരു ഭാഗം കടിച്ചു മുറിച്ചു കളഞ്ഞു. അതിൽ യാൻസിയും കൂടെ പോയി. അങ്ങനെ യാൻസി കൊല്ലപ്പെട്ടു. വീണ്ടും കൈജു ജിപ്സിയെ ആക്രമിച്ചുകൊണ്ടിരുന്നു.
ഒറ്റയ്ക്ക് ഒരു റോബോട്ടിനെ നിയന്ത്രിക്കുക എന്നത് ഏകദേശം അസാധ്യമായ ഒരു കാര്യമാണ്. എങ്കിലും റേ അവന്റെ സകല ശക്തിയും ഉപയോഗിച്ച് ജിപ്സിയെ ഒറ്റയ്ക്ക് നിയന്ത്രിച്ചു. പിന്നെ മറ്റേ കൈയിലെ വെപ്പൺ ആക്ടിവേറ്റ് ചെയ്തിട്ട് അത് വെച്ച് വീണ്ടും കൈജുവിനെ വെടിവെച്ചു. അങ്ങനെ അവസാനം ശരിക്കും അതിനെ കൊന്നുകളഞ്ഞു. ശേഷം അവൻ ഒറ്റയ്ക്ക് തന്നെ ജിപ്സിയെയും കൊണ്ട് കരയിലെത്തി. അപ്പോഴേക്കും ജിപ്സിയുടെ എനർജി മൊത്തം തീർന്നുപോയി. അങ്ങനെ ജിപ്സി അവിടെ നിലം പതിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. ഇപ്പോൾ കാറ്റഗറി 4 കൈജൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. റോബോട്ട്സിന് പോലും അവയെ എതിർക്കാൻ പറ്റുന്നില്ല. അവയുമായിട്ട് ഫൈറ്റ് ചെയ്ത ഏകദേശം എല്ലാ റോബോട്ട്സും നശിച്ചുപോയി. ഒപ്പം പൈലറ്റ്സും കൂടെയാണ് കൊല്ലപ്പെടുന്നത്. അത് മാത്രമല്ല, പണ്ട് പല മാസങ്ങളുടെ ഇടവേളകളിലാണ് കൈജൂസ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഓരോ മാസവും വരികയാണ്. അത്രയും വേഗത്തിൽ പുതിയ റോബോട്ട്സിനെ നിർമ്മിക്കാൻ പോലും പറ്റുന്നില്ല. അതിനാൽ ഇനി ഏഗർ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്നാണ് ലോകരാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പകരം വാൾ ഓഫ് ലൈഫ് എന്ന പേരിൽ മറ്റൊരു പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. കൈജൂസിന് തകർക്കാൻ പറ്റാത്ത തരത്തിൽ സിറ്റികൾക്ക് ചുറ്റും ബൃഹത്തായ മതിലുകൾ നിർമ്മിക്കുന്ന പദ്ധതിയാണത്. അങ്ങനെ ലോകരാജ്യങ്ങളുടെ തീരുമാനം അവര് സ്റ്റാക്കറിനെ വിളിച്ചറിയിച്ചു. മതിലുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതുവരെ താൽക്കാലികമായിട്ട് ഏഗർ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഹോങ്കോങ്ങിലെ ഉപയോഗശൂന്യമായി ഒരു മിലിറ്ററി ബേസും സ്റ്റാക്കറിന് നൽകി. ഇതേസമയം റേ അലസ്കയിലെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ ഇവൻ ഏഗർ പദ്ധതിയിൽ നിന്നും വിരമിച്ചു. ജോലിക്കിടയിൽ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ കൈജു ആക്രമിച്ച വാർത്ത കണ്ടു. വാൾ ഓഫ് ലൈഫ് എന്ന പേരിൽ നിർമ്മിച്ച ബൃഹത്തായ മതിലൊക്കെ പുല്ല് പോലെ തകർത്തുകൊണ്ടാണ് അവിടെ കൈജു ആക്രമിച്ചത്. അവസാനം യുറേക്ക എന്നൊരു റോബോട്ടാണ് ആ കൈജുവിനെ കൊന്നത്. ആ വാർത്ത കണ്ടുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അവിടെ സ്റ്റാക്കർ വന്നു. പഴയ ജിപ്സിയുടെ പൈലറ്റ് ആയിട്ട് റേയെ തിരിച്ചു വിളിക്കാനാണ് അയാൾ വന്നത്. അതൊരുപാട് പഴയ റോബോട്ട് ആയതിനാൽ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ അറിയാവുന്ന വേറെ ആരും തന്നെ ഇല്ല. അതുകൊണ്ടാണ് റേയെ തിരിച്ചു വിളിക്കാൻ വന്നത്. ആദ്യം ഞാൻ വരില്ലെന്നാണ് റേ പറഞ്ഞത്. എന്നാൽ കൈജൂസിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുക എന്നതായിരുന്നു പണ്ട് യാൻസിയുടെ സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ പുതിയൊരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റാക്കർ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൻ സ്റ്റാക്കറിന്റെ കൂടെ പോയി. നേരെ ഹോങ്കോങ്ങിലേക്കാണ് പോയത്. ഇവിടെ സമുദ്രത്തിന്റെ തീരത്താണ് മിലിറ്ററി ബേസ് സ്ഥാപിച്ചിരിക്കുന്നത്. വന്ന് ലാൻഡ് ചെയ്ത ഉടനെ സ്റ്റാക്കറിന്റെ അസിസ്റ്റന്റ് മാക്കോയെ പരിചയപ്പെട്ടു. മാക്കോയും സ്റ്റാക്കറും കൂടെ റേയ്ക്ക് ബേസ് മൊത്തം ചുറ്റി നടന്ന് കാണിച്ചു കൊടുത്തു. ബേസിൽ ഇപ്പോ ആകെ വെറും 4 റോബോട്ട്സ് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തത് ചൈനയുടെ റോബോട്ടായ ക്രിസ്മൻ ടൈഫൂൺ. ഇതിന് 3 പൈലറ്റ്സ് ഉണ്ട്. രണ്ടാമത്തത് റഷ്യയുടെ ചെർണോ ആൽഫ. ആദ്യമായിട്ടുണ്ടാക്കിയ റോബോട്ട്സിൽ ഒന്നാണിത്. പക്ഷെ ഇപ്പോഴത്തെ റോബോട്ട്സിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ മാത്രം ശക്തി ഇതിനുണ്ട്. മൂന്നാമത്തത് നേരത്തെ കണ്ട യുറേക്ക. ഇപ്പോഴത്തെ ഏറ്റവും ശക്തവും ഏറ്റവും വേഗതയേറിയതുമായ റോബോട്ടാണ് യുറേക്ക. ഹെർക്കും അവന്റെ മകൻ ചക്കുമാണ് യുറേക്കയുടെ പൈലറ്റ്സ്. സ്റ്റാക്കറിന്റെ ഒരു വലം കൈ പോലത്തെ ആളാണ് ഹെർക്ക്. റേക്കാണെങ്കിൽ ഹെർക്ക് ഒരു ഗുരുനാഥനെ പോലെയാണ്. റേയെ കണ്ടതും ഹെർക്കിന്റെ മകൻ ചക്ക് സംസാരിക്കാൻ വന്നു. ഏഗർ പദ്ധതി നിർത്തലാക്കിയത് റേയെ പോലെ പരാജയപ്പെട്ട പൈലറ്റ്സ് കാരണമാണെന്നാണ് ചക്കിന്റെ അഭിപ്രായം. അതുകൊണ്ട് അവന് റേയെ ഒട്ടും ഇഷ്ടമല്ല. നീയും നിന്റെ പഴയ പാട്ട റോബോട്ടും വെറും വേസ്റ്റ് ആണെന്ന് അവൻ റേയോട് പറഞ്ഞു. പക്ഷേ ഹെർക്കിനോടുള്ള ബഹുമാനം കാരണം റേ ചക്കിനെ ഒന്നും പറഞ്ഞില്ല. ശേഷം ബേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സയന്റിസ്റ്റുകളെ പരിചയപ്പെട്ടു, ന്യൂട്ടനും ഹെർമനും. നേരത്തെ സ്റ്റാക്കർ പറഞ്ഞ പുതിയ പദ്ധതി എന്താണെന്ന് 2 സയന്റിസ്റ്റുകളും കൂടെ വിവരിച്ചു കൊടുത്തു. സംഭവം ബ്രീച്ചിനെ, അതായത് പസഫിക് മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള പോർട്ടലിനെ ഒരു വലിയ ന്യൂക്ലിയർ ബോംബ് ഇട്ട് തകർക്കാനാണ് സ്റ്റാക്കറിന്റെ പ്ലാൻ. യുറേക്കയായിരിക്കും ബോംബ് കൊണ്ടുപോകുന്നത്. ബാക്കി 3 റോബോട്ട്സും യുറേക്കയുടെ പ്രൊട്ടക്ഷന് വേണ്ടി പോകുന്നതായിരിക്കും. പക്ഷെ ഇത് ചെയ്യാൻ മുൻപും ഇവരെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത് വർക്കായിട്ടില്ല. പിന്നെ ഇപ്പോഴെന്താണ് വ്യത്യാസമെന്ന് റേ ചോദിച്ചു. സംഭവം ഹെർമന്റെ നിരീക്ഷണം അനുസരിച്ച് അങ്ങനെ അവിടെ വെറുതെ ബോംബ് ഇട്ടിട്ട് കാര്യമില്ല. പകരം ആ പോർട്ടലിന്റെ ഉള്ളിലാണ് ഇടേണ്ടത്. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ആ പോർട്ടൽ എപ്പോഴും അടഞ്ഞാണ് കിടക്കുന്നത്. പോർട്ടലിൽ നിന്നും പുതിയൊരു കൈജു കയറി വരുന്ന സമയത്തിൽ മാത്രമേ അത് തുറക്കപ്പെടൂ. അങ്ങനെയെങ്കിൽ ആ സമയത്ത് ചെന്ന് ബോംബിട്ടാൽ അത് പോർട്ടലിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയും പോർട്ടൽ എന്നേക്കുമായിട്ട് തകരുകയും ചെയ്യും. അങ്ങനെ സയന്റിസ്റ്റുകൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്തു. ശേഷം മാക്കോ 4ാമത്തെ റോബോട്ടിനെ അവന് കാണിച്ചു കൊടുത്തു. അത് റേയുടെ പഴയ ജിപ്സി ഡേഞ്ചറാണ്. അത്യാധുനിക സംവിധാനങ്ങളോട് കൂടി അതിനെ നവീകരിച്ചിരിക്കുകയാണ്. ജിപ്സിയുടെ എല്ലാ കാര്യത്തിനും മാക്കോ ആണ് നേതൃത്വം നൽകുന്നത്. ജിപ്സിയുടെ കാര്യത്തിൽ മാക്കോയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് തിരിച്ചറിഞ്ഞ റേ അതിന്റെ കാരണം എന്താണെന്ന് അവളോട് ചോദിക്കുകയും ചെയ്തു. പക്ഷെ മാക്കോ ഒന്നും പറഞ്ഞില്ല. ബേസ് മൊത്തം കാണിച്ചു കൊടുത്തിട്ട് അവസാനം റേയെ മാക്കോ അവന്റെ റൂമിൽ കൊണ്ടാക്കി. എന്നിട്ട് അവള് സ്റ്റാക്കറിനെ കാണാൻ വന്നു.
അവള് സ്റ്റാക്കറിന്റെ അടുത്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. സംഭവം മാക്കോയ്ക്ക് പൈലറ്റ് ആകണമെന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ട എല്ലാ ട്രെയിനിങ്ങുകളും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ടെസ്റ്റുകൾ നടത്തിയപ്പോൾ എല്ലാ ടെസ്റ്റുകളിലും അവൾ ജയിക്കുകയും ചെയ്തു. പക്ഷെ എന്തോ കാരണത്താൽ സ്റ്റാക്കർ അവളെ പൈലറ്റ് ആകാൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല. ഓരോ തവണ അവസരം വരുമ്പോഴും നിന്നെ അടുത്ത തവണ പൈലറ്റ് ആക്കാമെന്നാണ് സ്റ്റാക്കർ പറയാറുള്ളത്. ജിപ്സിക്ക് എന്തായാലും 2 പൈലറ്റ്സ് വേണം. അപ്പോൾ കോ പൈലറ്റ് ആയിട്ട് മാക്കോയെ തിരഞ്ഞെടുക്കുമെന്ന് കരുതിയിട്ടാണ് അവള് ജിപ്സിയുടെ കാര്യത്തിൽ ഇത്രയും താല്പര്യം കാണിച്ചത്. ഇപ്പോൾ എന്നെ അതിന്റെ കോ പൈലറ്റ് ആക്കുമോ എന്ന് ചോദിക്കാനാണ് അവൾ വന്നത്. പക്ഷെ ഇത്തവണയും അയാള് സമ്മതിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി. റേ ഹെർക്കിന്റെ കൂടെയാണ് ഇരുന്നത്. ഹെർക്കുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മാക്കോയ്ക്ക് പൈലറ്റ് ആകാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്നും എന്നാൽ സ്റ്റാക്കർ ഒരിക്കലും അതിന് സമ്മതിക്കാത്തതാണെന്നും റേ അറിഞ്ഞത്. അതുമാത്രമല്ല, ഇവിടെ പൈലറ്റ് ആകാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളതും അവൾക്കാണെന്നും ഹെർക്ക് പറഞ്ഞു. അങ്ങനെ ഹെർക്കുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ചക്ക് വന്നു. റേയെ കണ്ടതും അവൻ വീണ്ടും റേയെ കുറെ കളിയാക്കി. റേയ്ക്കാണെങ്കിൽ അവനെ കാലേ വാരി തറയിലടിക്കാനുള്ള ദേഷ്യം തോന്നി. എങ്കിലും ഹെർക്കിന്റെ മകനായതുകൊണ്ട് റേ ഒന്നും മിണ്ടിയില്ല. അടുത്ത ദിവസം ജിപ്സിയുടെ പ്രവർത്തനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ദിവസമായിരുന്നു. പക്ഷെ അതിനു മുന്നേ റേയുടെ കോ പൈലറ്റിനെ തിരഞ്ഞെടുക്കണം. അതിന് പറ്റിയ കുറച്ചു പേരെ സ്റ്റാക്കർ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കാൻ റേ ഓരോരുത്തരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നോക്കി. കാരണം നല്ല ഫൈറ്റിംഗ് സ്കിൽസ് ഉള്ളവരെ മാത്രമേ പൈലറ്റ് ആക്കാൻ കഴിയൂ. കുറച്ചു പേര് ഫൈറ്റ് ചെയ്തിട്ട് റേ മാക്കോയെ ചലഞ്ച് ചെയ്തു. മാക്കോ വളരെ ഗംഭീരമായിട്ടാണ് ഫൈറ്റ് ചെയ്തത്. അവസാനം അവള് തന്നെ ഫൈറ്റിൽ ജയിക്കുകയും ചെയ്തു. അപ്പോൾ എന്റെ കോ പൈലറ്റ് ആയിട്ട് ഞാൻ ഇവളെ തിരഞ്ഞെടുത്തു എന്ന് റേ പറഞ്ഞു. പക്ഷെ അപ്പോഴും സ്റ്റാക്കർ അത് സമ്മതിച്ചില്ല. നിനക്ക് പറ്റിയ കോ പൈലറ്റിനെ ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാമെന്നും നീ ചെന്ന് ജിപ്സിയെ ടെസ്റ്റ് ചെയ്യാൻ റെഡിയാകുന്നും പറഞ്ഞിട്ട് സ്റ്റാക്കർ പോയി. ഈ സമയം ന്യൂട്ടൺ പുതിയൊരു പരീക്ഷണം നടത്തുകയായിരുന്നു. അവന്റെ ലാബിൽ ഒരു കൈജുവിന്റെ ബ്രെയിൻ ഉണ്ട്. പൈലറ്റ്സിന്റെ ബ്രെയിൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് പോലെ ഈ കൈജുവിന്റെ ബ്രെയിനുമായിട്ട് സ്വന്തം ബ്രെയിനിനെ കണക്ട് ചെയ്യാനാണ് ന്യൂട്ടന്റെ പ്ലാൻ. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ കൈജുവിന്റെ സീക്രട്സ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ന്യൂട്ടന്റെ പ്രതീക്ഷ. അങ്ങനെ അവൻ കണക്ട് ചെയ്തതും കൈജൂസിന്റെ പ്ലാനറ്റിലെ ചില കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷെ കൈജുവിന്റെ ബ്രെയിനിന്റെ ശക്തി താങ്ങാൻ കഴിയാതെ ന്യൂട്ടൺ ബോധം കെട്ട് വീണു. ഈ സമയം സ്റ്റാക്കർ മാക്കോയെ പറ്റി ചിന്തിക്കുകയായിരുന്നു. കുറെ നേരം ചിന്തിച്ച ശേഷം അവളെ പൈലറ്റ് ആക്കാമെന്ന് അയാള് തീരുമാനിച്ചു. ആ തീരുമാനം ചെന്ന് മാക്കോയോട് പറയുകയും ചെയ്തു. അത് കേട്ടതും അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം തോന്നി. റേ ആണെങ്കിൽ ജിപ്സിക്കകത്ത് കോ പൈലറ്റിനു വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് മാക്കോ കോ പൈലറ്റ് ആയിട്ട് വരുന്നത് കണ്ടപ്പോൾ റേയ്ക്കും സന്തോഷമായി. ടെസ്റ്റ് തുടങ്ങിയതും ഹെർമൻ ഓടി വന്ന് ന്യൂട്ടന്റെ വിവരം സ്റ്റാക്കറിനെ അറിയിച്ചു. പിന്നെ സ്റ്റാക്കർ ചെന്ന് ന്യൂട്ടനുമായിട്ട് സംസാരിച്ചു. സംഭവം മനുഷ്യരെക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയ ഒരു വിഭാഗം ഏലിയൻസ് ഉണ്ട്. അവര് മറ്റ് ഗ്രഹങ്ങളെ കോളനി വൽക്കരിക്കുന്നവരാണ്. ഒരു ഗ്രഹത്തിലുള്ള മുഴുവൻ സ്രോതസ്സുകളും തീരുമ്പോൾ പിന്നെ അടുത്ത ഗ്രഹത്തിനെ കോളനി വൽക്കരിക്കും. പല കോടി വർഷങ്ങളായിട്ട് ഇവർ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ അടുത്ത ലക്ഷ്യം ഭൂമിയാണ്. ഇങ്ങനെ ഗ്രഹങ്ങളെ കീഴടക്കാനുള്ള ഏലിയൻസിന്റെ ആയുധങ്ങളാണ് കൈജൂസ്. കൈജൂസിനെ യഥാർത്ഥത്തിൽ അവര് കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നതാണ്. കാറ്റഗറി 1 മുതൽ 5 വരെയുള്ള കൈജൂസ് വെറും തുടക്കം മാത്രമാണ്. ഇത് കഴിയുമ്പോൾ പിന്നെ എക്സ്റ്റെർമിനേറ്റേഴ്സ് വരും. അവ കൈജൂസിനേക്കാൾ മാരകമായിരിക്കും. അവ വന്ന് മനുഷ്യരെ മൊത്തം ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റും. അതിനുശേഷമായിരിക്കും ഏലിയൻസ് ഇവിടെ വരുന്നത്. അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ന്യൂട്ടൺ സ്റ്റാക്കറിന് പറഞ്ഞുകൊടുത്തു. ഇതൊക്കെ കേട്ട് സ്റ്റാക്കർ ശരിക്കും ഞെട്ടിപ്പോയി. നീ ഇതേപോലെ ഇനിയും പരീക്ഷണം നടത്തണമെന്ന് സ്റ്റാക്കർ പറഞ്ഞു. പക്ഷേ നേരത്തെ നടത്തിയ പരീക്ഷണത്തിൽ പറ്റിയ ചെറിയ മിസ്റ്റേക്ക് കാരണം കൈജുവിന്റെ ബ്രെയിൻ നശിച്ചുപോയി. ഇനി വീണ്ടും പരീക്ഷണം നടത്തണമെങ്കിൽ പുതിയൊരു കൈജു ബ്രെയിൻ ആവശ്യമാണ്. ഈ ബേസിലാണെങ്കിൽ ഇനി വേറെ കൈജു ബ്രെയിനുമില്ല. എന്നാൽ സമീപത്തൊരു സിറ്റിയിൽ കൈജൂസിന്റെ ശരീരഭാഗങ്ങൾ വിൽക്കുന്ന വലിയൊരു ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ട്. ഹാനിബൽ എന്നൊരാളാണ് അത് നടത്തുന്നത്. അവിടെ കൈജു ബ്രെയിൻ കിട്ടുമെന്ന കാര്യം സ്റ്റാക്കറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് സ്റ്റാക്കർ ന്യൂട്ടനെ ആ സിറ്റിയിലേക്ക് അയച്ചു. ഈ സമയം ഇവിടെ ടെസ്റ്റിനിടയിൽ പൈലറ്റ്സ് ഡ്രിഫ്റ്റ് ചെയ്തു. ആദ്യമായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ ഓർമ്മകളിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ വളരെ ശ്രദ്ധയോടെ വേണം ഡ്രിഫ്റ്റ് ചെയ്യാനെന്ന് റേ നേരത്തെ തന്നെ അവളോട് പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും മാക്കോ അവളുടെ ഒരു ഓർമ്മയിൽ കുടുങ്ങിപ്പോയി. റേയ്ക്കും ആ ഓർമ്മ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അവള് കുഞ്ഞായിരുന്നപ്പോൾ ഒരു കൈജു അവളുടെ സിറ്റിയെ ആക്രമിക്കുന്ന ഓർമ്മയായിരുന്നു അത്. അന്നത്തെ ആക്രമണത്തിൽ അവളുടെ പാരന്റ്സും കൊല്ലപ്പെട്ടു. ആ ഓർമ്മകളെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. ഇത് വെറും ഓർമ്മ മാത്രമാണെന്നും എത്രയും വേഗം നീ ഓർമ്മയിൽ നിന്നും പുറത്തു വരണമെന്നും റേ അവളുടെ ഓർമ്മയ്ക്കുള്ളിൽ കയറി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് റേ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. സിറ്റിയെ ആക്രമിക്കുന്നതിനിടയിൽ കൈജു അവളെ കൊല്ലാൻ വന്നു. ഉടനെ പേടിച്ചിട്ട് അവള് കൈപൊക്കി.
അപ്പോൾ ജിപ്സിയുടെ കയ്യിലെ വെപ്പൺ ആക്ടിവേറ്റ് ആയി. കൺട്രോൾ സെന്ററിലിരുന്ന എല്ലാവരും ശരിക്കും പേടിച്ചുപോയി. വെടിവെച്ചാൽ ബേസ് ഭൂരിഭാഗവും തകരും. ടെൻഡോ ജിപ്സിയെ ഓഫ് ചെയ്യാൻ നോക്കി. പക്ഷേ പൈലറ്റ്സിന്റെ ഡ്രിഫ്റ്റ് ഭയങ്കര സ്ട്രോങ് ആയതിനാൽ എത്ര ശ്രമിച്ചിട്ടും ജിപ്സി ഓഫ് ആകുന്നില്ല. അവസാനം അവള് വെപ്പൺ വെച്ച് വെടിവെക്കാൻ നിന്നതും ടെൻഡോയും ചക്കും കൂടെ ജിപ്സിയുടെ പ്രധാന പവർ കേബിൾസ് ഒക്കെ പൊട്ടിച്ചു കളഞ്ഞു. അപ്പോഴാണ് ജിപ്സി ഓഫ് ആയത്. അങ്ങനെ ബേസിലുള്ളവര് ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടു. അപ്പോൾ അവളും ഓർമ്മയിൽ നിന്നും പുറത്തു വന്നു. ഈ സമയം ന്യൂട്ടൺ ബ്ലാക്ക് മാർക്കറ്റിലെത്തി. അപ്പോഴേക്കും രാത്രിയായി. കുറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ അവൻ ഹാനിബലിനെ കണ്ടെത്തി. ഇവിടെ ബേസിൽ മാക്കോയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് സ്റ്റാക്കറും ഹെർക്കും കൂടെ സ്റ്റാക്കറിന്റെ ഓഫീസിൽ നിന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. റേയും മാക്കോയും പുറത്തു നിൽപ്പുണ്ട്. അതിനിടയിൽ അവിടെ ചക്ക് വന്നു. നിന്നെ പോലെയുള്ള വേസ്റ്റ് പൈലറ്റ്സിനെ എനിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി അയച്ചാൽ നമ്മുടെ ദൗത്യം തന്നെ പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് ചക്ക് സ്റ്റാക്കറിനെ കളിയാക്കി. അത് റേ ക്ഷമിച്ചു. എന്നാൽ ചക്ക് മാക്കോയെയും തെറി പറഞ്ഞു. അത് കേട്ടപ്പോൾ റേക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അവൻ ചക്കിനെ ഇടിച്ച് എച്ചിലാക്കി. ശബ്ദം കേട്ട് ഹെർക്ക് പുറത്തു വന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റി. ശേഷം സ്റ്റാക്കർ മാക്കോയെ പൈലറ്റ് പദവിയിൽ നിന്നും ഡിസ്മിസ് ചെയ്തു. എന്നിട്ട് അയാള് റേയുമായിട്ട് മാറി നിന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. നേരത്തെ റേ അവളുടെ ബാക്കി ഓർമ്മയും കൂടെ കണ്ടിരുന്നു. സംഭവം അന്ന് കൈജു മാക്കോയെ കൊല്ലാൻ നിന്നതും പെട്ടെന്ന് അവിടെ ഒരു റോബോട്ട് വന്ന് കൈജുവുമായിട്ട് ഫൈറ്റ് ചെയ്തു. ഒടുവിൽ കൈജുവിനെ റോബോട്ട് കൊന്നുകളഞ്ഞു. എന്നിട്ട് അതിലെ പൈലറ്റ് പുറത്തിറങ്ങി വന്നു. നോക്കിയപ്പോൾ അത് സ്റ്റാക്കർ ആയിരുന്നു. അന്ന് മുതൽ പിന്നെ സ്റ്റാക്കർ മാക്കോയെ എടുത്തു വളർത്തി. അതായത് മാക്കോ ശരിക്കും സ്റ്റാക്കറിന്റെ മകളെ പോലെയാണ്. പൈലറ്റ് ആകുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയ ജോലിയാണ്. അത് മാത്രമല്ല, ഇന്ന് കാണിച്ചത് പോലത്തെ മിസ്റ്റേക്ക് ഫൈറ്റിനിടയിൽ കാണിച്ചാൽ തീർച്ചയായും മരണം ഉറപ്പാണ്. അതുകൊണ്ടാണ് സ്റ്റാക്കർ മാക്കോയെ ഡിസ്മിസ് ചെയ്തത്. പക്ഷെ ആദ്യമായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ലേ, അതുകൊണ്ട് അവൾക്ക് ഒരവസരം കൂടെ കൊടുത്തൂടെ എന്ന് റേ ചോദിച്ചു. പക്ഷേ സ്റ്റാക്കർ സമ്മതിച്ചില്ല. ശേഷം കുറച്ചു കഴിഞ്ഞ് രണ്ട് കൈജൂസ് ഒരുമിച്ച് ബ്രീച്ചിൽ നിന്നും പുറത്തു വന്നു. ആ വിവരം കൺട്രോൾ സെന്ററിലെ കമ്പ്യൂട്ടറിൽ കാണിക്കുകയും ചെയ്തു. ഇനിയും കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അത് ഹോങ്കോങ്ങിൽ എത്തുമെന്ന് ടെൻഡോയ്ക്ക് മനസ്സിലായി. അവനുടനെ ഈ വിവരം സ്റ്റാക്കറിനെ അറിയിച്ചു. സ്റ്റാക്കർ പെട്ടെന്നെല്ലാ പൈലറ്റ്സിനെയും വിളിച്ചുകൂട്ടി. ആദ്യം ചൈനയുടെ ക്രിസ്മനും റഷ്യയുടെ ആൽഫയും ആ കൈജൂസിനെ നേരിടാൻ പോകണം. അവരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ മാത്രം യുറേക്ക കളത്തിലിറങ്ങിയാൽ മതിയെന്ന് സ്റ്റാക്കർ പറഞ്ഞു. ജിപ്സിയെ തൽക്കാലം ഇറക്കണ്ടെന്നാണ് സ്റ്റാക്കറിന്റെ തീരുമാനം. അങ്ങനെ ബാക്കി 3 റോബോട്ട്സും കൂടി സമുദ്രത്തിലേക്ക് യാത്രയായി. കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ ഒരു കൈജുവിനെ കണ്ടുമുട്ടി. ക്രിസ്മനാണ് അതിനെ നേരിടാൻ പോയത്. ക്രിസ്മന് 3 കൈകളുണ്ട്. 3 കൈകളിലും വലിയ കറങ്ങുന്ന ബ്ലേഡുകളുമുണ്ട്. അത് വെച്ച് അവരതിനെ കുറെ ആക്രമിച്ചു. എന്നിട്ട് അതിനെ തൂക്കി എറിഞ്ഞു. പക്ഷെ കൈജു വീണ്ടും എണീറ്റ് വന്നിട്ട് വാലുകൊണ്ട് ക്രിസ്മന്റെ തല പപ്പടം പൊടിക്കുന്നത് പോലെ തകർത്ത് കളഞ്ഞു. അങ്ങനെ ചൈനയുടെ ക്രിസ്മനും അതിലെ പൈലറ്റ്സും പടമായി. പിന്നെ അത് റഷ്യയുടെ ആൽഫയുമായിട്ട് ഫൈറ്റ് ആയി. ആൽഫ ഭയങ്കര പവർഫുൾ ആണ്. കൈജു എന്തൊക്കെ ചെയ്തിട്ടും ആൽഫയെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ കൈജുവിന് ആസിഡ് തുപ്പാനുള്ള കഴിവുണ്ടായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അത് ആൽഫയുടെ തലയിൽ കൂടെ ആസിഡ് തുപ്പി. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയതിനാൽ അകലെ നിന്ന യുറേക്ക ആൽഫയെ സഹായിക്കാൻ ഓടി വന്നു. എന്നാൽ അപ്പോഴാണ് രണ്ടാമത്തെ കൈജുവും അവിടെ എത്തിയത്. അത് ഗൊറില്ലയെ പോലത്തെ ഒരു ടൈപ്പ് കൈജു ആയിരുന്നു. അത് രണ്ടും കൂടെ ആൽഫയെ കടിച്ചു കീറി തവിട് പൊടിയാക്കി കളഞ്ഞു. അതോടെ ആൽഫയും അതിലെ പൈലറ്റ്സും പടമായി. ഇനി ആകെ യുറേക്ക മാത്രമേ ബാക്കിയുള്ളൂ. യുറേക്ക ഓടി വന്ന് ഒന്നാമത്തെ കൈജുവിനെ ഇടിച്ച് തൂക്കിയെറിഞ്ഞു. എന്നിട്ട് വലിയ മിസൈലുകൾ അയച്ച് കൈജൂസിനെ കൊല്ലാൻ നിന്നതും പെട്ടെന്ന് ഗൊറില്ല കൈജു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകൾ പുറപ്പെടുവിച്ചു. അത് വന്ന് പതിച്ചതും യുറേക്ക ഓഫ് ആയി പോയി. അത് കണ്ടതും ബേസിലുള്ള എല്ലാവരും പരിഭ്രാന്തരായി. ഇനി എന്തായാലും ജിപ്സിയെ ഇറക്കാതെ വേറെ വഴിയില്ലെന്ന് സ്റ്റാക്കറിന് മനസ്സിലായി. ഈ സമയം ഒരു കൈജു സിറ്റിയെ ആക്രമിക്കാൻ പോയി. കൈജു വരുന്നുണ്ടെന്ന വാർത്ത അറിഞ്ഞിട്ട് സിറ്റിയിലുള്ള എല്ലാവരും സുരക്ഷാ താവളങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. ന്യൂട്ടനും അങ്ങനൊരു താവളത്തിൽ കയറിപ്പറ്റി. കുറച്ചു കഴിഞ്ഞതും സിറ്റിയിൽ കൈജു എത്തി. ഇവിടെ ഗൊറില്ല കൈജു യുറേക്കയെ ആക്രമിക്കാൻ വേണ്ടി വട്ടം കൂട്ടുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ജിപ്സി എത്തിയത്. പിന്നെ ഗൊറില്ലയും ജിപ്സിയും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റായി. ജിപ്സി ഗൊറില്ലയെ കുറെ തല്ലി. ഇടയ്ക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ഉണ്ടാക്കുന്ന ഗൊറില്ലയുടെ ഭാഗത്തിനെ ജിപ്സി പറിച്ചെടുത്തു കളഞ്ഞു. എന്നാൽ ദേഷ്യം വന്ന ഗൊറില്ല ജിപ്സിയെ തൂക്കിയെടുത്തെറിഞ്ഞു. ജിപ്സി പറന്നുപോയി സിറ്റിയിൽ ചെന്നാണ് വീണത്. പിന്നാലെ ഗൊറില്ലയും സിറ്റിയിൽ കയറി വന്നു. പിന്നെ സിറ്റിയിൽ കിടന്ന് രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്തു. ജിപ്സി 2 കൈകളിലും കണ്ടെയ്നേഴ്സിനെ എടുത്ത് ഗൊറില്ലയുടെ മോന്തയിൽ അടിച്ചു. ആ അടിയിൽ ഗൊറില്ലയുടെ താടിയെല്ല് ഇളകിപ്പോയി. പിന്നെ കയ്യിലെ വെപ്പൺ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഗൊറില്ലയെ തുരുതുരാന്ന് വെടിവെക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ഗൊറില്ലയുടെ ഒരു കൈ പോലും മുറിഞ്ഞുപോയി. അങ്ങനെ വെടിവെച്ച് അവസാനം ഗൊറില്ലയെ കൊന്നുകളഞ്ഞു. എന്നിട്ടും വീണ്ടും അതിനെ വെടിവെച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഗൊറില്ല ചമ്മന്തി പരുവമായപ്പോഴാണ് നിർത്തിയത്.
ഈ സമയം മറ്റേ കൈജു സിറ്റിയെ മൊത്തം തകർക്കുകയായിരുന്നു. അതിനിടയിൽ ന്യൂട്ടൻ ഒളിച്ചിരുന്ന ബങ്കറിനെയൊക്കെ ഇടിച്ച് പൊളിച്ചു കളഞ്ഞു. ബങ്കറിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും പേടിച്ചോടി. പക്ഷെ ഇത്രയും വലിയൊരു ജീവിയെ ഇത്രയും അടുത്ത് കണ്ടതിന്റെ വിസ്മയത്തിൽ പൊട്ടൻ ന്യൂട്ടൻ മാത്രം വായും പൊളന്ന് കൈജുവിനെ നോക്കി നിന്നു. ഭാഗ്യത്തിന് അപ്പോഴാണ് ജിപ്സി അവിടെ എത്തിയത്. കൈജു ഉടനെ ജിപ്സിയെ ആക്രമിക്കാൻ പോയി. കൈജുവിനെ തല്ലാൻ വലിയൊരു കപ്പലും കൊണ്ടാണ് ജിപ്സി വരുന്നത്. അത് വെച്ച് ആദ്യം കൈജുവിനെ കുറെ തല്ലി. എന്നാൽ ദേഷ്യം വന്ന കൈജു വാലുകൊണ്ട് കപ്പലിനെ പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞു. എന്നിട്ട് ജിപ്സിയെ ഇടിച്ചു വീഴ്ത്തി. പിന്നെ ഒന്ന് വെറുതെ നിൽക്കാനുള്ള ഗ്യാപ്പ് പോലും കൊടുക്കാതെ ജിപ്സിയെ അത് കുറെ ഇടിച്ചു. ഇടയ്ക്ക് അത് ജിപ്സിയുടെ ദേഹത്ത് ആസിഡ് തുപ്പാൻ നോക്കി. ഭാഗ്യത്തിന് ജിപ്സി പെട്ടെന്ന് മാറിക്കളഞ്ഞു. ഉടനെ കൈജു വാലുകൊണ്ട് ജിപ്സിയുടെ തലയെ പിടിച്ച് തകർക്കാൻ നോക്കി. എന്നാൽ ജിപ്സിക്ക് ഒരുതരം തണുത്ത വാതകം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. അതുപയോഗിച്ച് കൈജുവിന്റെ വാലിനെ മരവിപ്പിച്ച് പൊടിച്ചു കളഞ്ഞു. എന്നിട്ട് കൈജുവിന്റെ ആസിഡ് തുപ്പുന്ന ഭാഗവും വലിച്ചു പറിച്ചു കളഞ്ഞു. കൈജുവിന് അപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അത് കാലുകൊണ്ട് ജിപ്സിയെ അള്ളിപ്പിടിച്ചു. എന്നിട്ട് ചിറകുകൾ വിരിച്ച് ജിപ്സിയെയും എടുത്തോണ്ട് പറന്നുയർന്നു. ഒടുവിൽ അങ്ങ് അന്തരീക്ഷത്തിന് മുകളിലെത്താറായി. ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ച് റേ വിഷമിച്ചപ്പോൾ നമ്മുടെ പക്കൽ മറ്റൊരായുധമുണ്ടെന്ന് മാക്കോ പറഞ്ഞു. ശേഷം അവൾ ഒരു ബട്ടൺ അമർത്തിയതും ജിപ്സിയുടെ കൈക്കുള്ളിൽ നിന്നും ഒരു വാള് പുറത്തു വന്നു. അത് വെച്ച് അവര് കൈജുവിനെ ഒറ്റ വെട്ടിൽ 2 കഷണങ്ങളാക്കി. അങ്ങനെ അതിനെയും കൊന്നുകളഞ്ഞു. പക്ഷെ ഇനി താഴെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്നതാണ് പ്രശ്നം. താഴെ ബേസിൽ എല്ലാവരും ജിപ്സിയെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ്. കാരണം നിലത്ത് വന്ന് വീണ് ജിപ്സിയുടെയും പൈലറ്റ്സിന്റെയും കഥ കഴിയുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അവസാനം നിലം പതിക്കാറായതും പൈലറ്റ്സ് ജിപ്സിയുടെ നെഞ്ചിലുള്ള വലിയ എഞ്ചിനിലൂടെ വൻതോതിൽ ഊർജം പുറത്തുവിട്ടു. അത് കാരണം ജിപ്സിയുടെ വേഗത കുറഞ്ഞു. അങ്ങനെ ജിപ്സി സേഫ് ആയിട്ട് വന്ന് ലാൻഡ് ചെയ്തു. അത് കണ്ടതും എല്ലാവർക്കും സന്തോഷമായി. പൈലറ്റ്സ് ബേസിൽ വന്നപ്പോൾ എല്ലാവരും അവരെ ഹീറോസിനെ പോലെ വരവേറ്റു. ഈ സമയം സിറ്റിയിൽ ഹാനിബലും കോട്ടരും കൂടെ കൈജൂസിന്റെ അവയവങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അതിനിടയിൽ ന്യൂട്ടനും അവിടെ എത്തി. ഈ കൈജുവിന്റെ ബ്രെയിൻ എടുത്തു തന്നാൽ നിനക്ക് ഞാൻ വലിയൊരു തുക നൽകാമെന്ന് ന്യൂട്ടൻ ഹാനിബലിനോട് പറഞ്ഞു. അപ്പോൾ ഹാനിബല് അതെടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ കൈജുവിന്റെ ഉള്ളിലേക്ക് അയച്ചു. പക്ഷെ അവർ ചെന്ന് നോക്കിയപ്പോൾ ബ്രെയിൻ ആകെ നശിച്ചു കിടക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ അത് ചെറിയ കൈജു ആണ്. സംഭവം ഈ കൈജു പ്രഗ്നന്റ് ആയിരുന്നു. കുട്ടി കൈജു അകത്ത് പോയവരെയൊക്കെ പിടിച്ചു തിന്നു. എന്നിട്ട് ചാടി പുറത്തിറങ്ങി. അത് കണ്ടതും ഹാനിബല് നൈസായിട്ട് ഓടി രക്ഷപ്പെട്ടു. കുട്ടി കൈജു നോക്കിയപ്പോൾ ആദ്യം മുന്നിൽ കണ്ടത് ന്യൂട്ടനെയാണ്. അതുകൊണ്ട് അവനെ തന്നെ അത് തുരത്തി. ഭാഗ്യത്തിന് അത് പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ കുറച്ചു ദൂരം വന്നപ്പോൾ തന്നെ അത് കുഴഞ്ഞു വീണ് മൃത്യു വരിച്ചു. അപ്പോൾ ഹാനിബല് തിരിച്ചു വന്നു. ന്യൂട്ടൻ ആകെ പകച്ചു നിൽക്കുകയായിരുന്നു. ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞ് ഹാനിബല് ന്യൂട്ടനെ സമാധാനപ്പെടുത്തി തീർന്നതും പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കുട്ടി കൈജു ഉണർന്ന് ഹാനിബലിനെ പിടിച്ചു വിഴുങ്ങി. എന്നിട്ടത് വീണ്ടും മരിച്ചു വീണു. ഇത്തവണ അത് ശരിക്കും മരിച്ചുപോയി. അപ്പോഴാണ് ന്യൂട്ടന് ഒരു ഐഡിയ തോന്നിയത്. എന്താണെന്നാൽ ഈ കൈജുവിന്റെ ബ്രെയിനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ അവൻ ഹെർമനെയും കൂടെ വിളിച്ചു വരുത്തി പരീക്ഷണം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇവിടെ ബേസിൽ ബ്രീച്ചിലൂടെ വീണ്ടും 2 കൈജൂസ് വരുന്നുവെന്ന് കമ്പ്യൂട്ടർ വാർണിംഗ് കൊടുത്തു. പക്ഷെ ഇത്തവണ ആ കൈജൂസ് ഒരിടത്തോട്ടും പോകുന്നില്ല. പകരം അവ ബ്രീച്ചിന് ചുറ്റും സെക്യൂരിറ്റി ഗാർഡ്സിനെ പോലെ നിൽക്കുകയാണ്. ടെൻഡോ ഉടനെ അത് സ്റ്റാക്കറിനെ വിളിച്ചറിയിച്ചു. പൈലറ്റ്സിനോട് വളരെ വേഗം ചെന്ന് റെഡിയാകാൻ സ്റ്റാക്കർ ഓർഡർ നൽകി. ഇവിടെ 2 സയന്റിസ്റ്റുകളും കൂടെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. സംഭവം കൈജൂസും ഏലിയൻസും ഹൈവ് മൈൻഡഡ് ആണ്. അതായത് എല്ലാ കൈജൂസിന്റെയും ഏലിയൻസിന്റെയും തലച്ചോറുകൾ തമ്മിലും കണക്റ്റഡ് ആണ്. അതിനാൽ നേരത്തെ ന്യൂട്ടൻ കൈജു ബ്രെയിനുമായിട്ട് ഡ്രിഫ്റ്റ് ചെയ്തപ്പോൾ മനുഷ്യരുടെ പ്ലാൻ, അതായത് ബ്രീച്ചിനുള്ളിൽ ബോംബിടാനുള്ള പ്ലാൻ ഏലിയൻസിന് മനസ്സിലായി. അതുകൊണ്ടാണ് ബ്രീച്ചിനെ സംരക്ഷിക്കാനായിട്ട് ഏലിയൻസ് പുതിയ 2 കൈജൂസിനെ അയച്ചത്. എന്തായാലും ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ട് ന്യൂട്ടൻ ഡ്രിഫ്റ്റ് ചെയ്യാൻ നിന്നു. എന്നാൽ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിനാൽ ഞാനും നിനക്കൊപ്പം ഡ്രിഫ്റ്റ് ചെയ്യാമെന്ന് ഹെർമൻ പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടെ ഡ്രിഫ്റ്റ് ചെയ്തു. അപ്പോഴാണ് ബ്രീച്ചിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് മനസ്സിലായത്. എന്താണെന്നാൽ ബ്രീച്ച് ഓപ്പൺ ആയിരുന്നാലും കൈജൂസിനും ഏലിയൻസിനും മാത്രമേ അതുവഴി പോകാൻ പറ്റൂ. കാരണം ആരെങ്കിലും ബ്രീച്ചിലേക്ക് കയറിയാൽ ബ്രീച്ച് ഉടനെ അവരുടെ DNA സ്കാൻ ചെയ്യും. അത് കൈജുവുമായിട്ടോ ഏലിയനുമായിട്ടോ മാച്ച് ആയില്ലെങ്കിൽ ഉടനെ ബ്രീച്ച് അടയും. ചുരുക്കി പറഞ്ഞാൽ ഇവര് ബോംബ് കൊണ്ടിടാൻ ശ്രമിക്കുമ്പോൾ ബ്രീച്ച് ഓട്ടോമാറ്റിക്കലി അടയും. അങ്ങനെ ബോംബ് നമ്മുടെ സമുദ്രത്തിൽ തന്നെ ആയിരിക്കും പൊട്ടുന്നത്. ഇത് എത്രയും വേഗം സ്റ്റാക്കറിനെ അറിയിക്കണമെന്ന് ന്യൂട്ടൻ പറഞ്ഞു. ഈ സമയം ഇവിടെ ബേസിൽ എല്ലാവരും ബോംബ് കൊണ്ടിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇപ്പോൾ കൈജൂസ് കയറി വന്നതുകൊണ്ട് ബ്രീച്ച് ഓപ്പണിലായിരിക്കും. അത് വീണ്ടും അടയുന്നതിന് മുന്നേ കൊണ്ടുപോയി ബോംബ് ഇടണമെന്നതാണ് സ്റ്റാക്കറിന്റെ പ്ലാൻ. പക്ഷേ നേരത്തെ നടന്ന കൈജുവുമായിട്ടുള്ള ഫൈറ്റിൽ ഹെർക്കിന്റെ ഒരു കൈ ഒടിഞ്ഞിരിക്കുകയാണ്. അതിനാൽ ഹെർക്കിന് പകരം സ്റ്റാക്കർ ചക്കിന്റെ കോ പൈലറ്റ് ആയിട്ട് വന്നു.
പിന്നെ 4 പൈലറ്റ്സും ചെന്ന് റോബോട്ടുകളെ കയറി റെഡിയായി. ശേഷം വലിയ ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെ 2 റോബോട്ടുകളെയും പസഫിക് മഹാസമുദ്രത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും രാവിലെയായി. ഒടുവിൽ ബ്രീച്ചിന് മുകളിലെത്തിയതും റോബോട്ട്സിനെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ അവര് സമുദ്രത്തിന് അടിയിലൂടെ ബ്രീച്ചിനെ ലക്ഷ്യമിട്ട് നടന്നു. അവസാനം ബ്രീച്ചിന്റെ തൊട്ട് മുന്നിലെത്തിയതും അവിടെ 2 കൈജൂസ് നിൽക്കുന്നത് കണ്ടു. അവ രണ്ടും കാറ്റഗറി 4 ആണ്. പക്ഷെ അവ റോബോട്ട്സിനെ ആക്രമിക്കുന്നില്ല. ഈ തക്കത്തിൽ നമുക്ക് ബോംബിടാമെന്ന് ചക്ക് പറഞ്ഞു. പക്ഷേ സ്റ്റാക്കറിന് എന്തോ പന്തികേട് തോന്നി. ഭാഗ്യത്തിന് അപ്പോഴാണ് സയന്റിസ്റ്റുകൾ ബേസിലെത്തിയത്. അവര് വേഗം കൺട്രോൾ സെന്ററിൽ വന്ന് സ്റ്റാക്കറിനോട് കാര്യം പറഞ്ഞു. കഴിയുമെങ്കിൽ ഏതെങ്കിലും ഒരു കൈജുവിനെയും കൊണ്ട് ബ്രീച്ചിലേക്ക് ചാടണം. ബ്രീച്ച് സ്കാൻ ചെയ്യുമ്പോൾ കൈജുവിന്റെ DNA കാണുന്നത് കാരണം ബ്രീച്ച് തുറക്കപ്പെടും. അങ്ങനെ ഒരു പ്രതിവിധിയും സയന്റിസ്റ്റുകൾ പറഞ്ഞുകൊടുത്തു. അത് പറഞ്ഞു തീർന്നതും ബ്രീച്ചിൽ നിന്നും മൂന്നാമതൊരു കൈജീവും കൂടെ കയറി വന്നു. അത് കാറ്റഗറി 5 ആയിരുന്നു. ഇതുവരെ വന്നതിനേക്കാളുമൊക്കെ ഒരുപാട് ഭീകരമായിരുന്നു അത്. അത് കണ്ട് പൈലറ്റ്സും കൺട്രോൾ സെന്ററിൽ ഇരുന്നവരുമൊക്കെ ആകെ പരിഭ്രമിച്ചു പോയി. അത് വന്ന ഉടനെ യുറേക്കയെ നിസ്സാരം പോലെ അടിച്ച് പറത്തി. ജിപ്സി വേഗം യുറേക്കയെ സഹായിക്കാൻ നോക്കി. എന്നാൽ മറ്റു 2 കൈജൂസും കൂടെ ജിപ്സിയെ ആക്രമിച്ചു. ജിപ്സി ഒരു കൈയിൽ വാൾ എടുത്തതും പെട്ടെന്ന് ഒന്നാമത്തെ കൈജു പിന്നിലൂടെ വന്ന ആ കൈ മൊത്തത്തിൽ അങ്ങ് കടിച്ചു പറിച്ചു കളഞ്ഞു. രണ്ടാമത്തെ കൈജു ഒരു കാലിനെയും കടിച്ചു തകർത്തു. ഭാഗ്യത്തിന് മറ്റേ കൈയിലും വാൾ ഉണ്ടായിരുന്നു. അത് രണ്ടാമത്തെ കൈജുവിന്റെ തലയിൽ കുത്തിയിറക്കി. പക്ഷെ എന്നിട്ടും അത് ചത്തില്ല. അപ്പോഴേക്കും ഒന്നാമത്തെ കൈജു വീണ്ടും ജിപ്സിയെ ആക്രമിക്കാൻ ചീറിപ്പാഞ്ഞു വന്നു. ജിപ്സി പെട്ടെന്ന് ശകലം താണിട്ട് വാളെടുത്ത് മുകളിലേക്ക് പിടിച്ചു. അങ്ങനെ വന്ന വരവിൽ തന്നെ ഒന്നാമത്തെ കൈജു 2 കഷ്ണങ്ങളായി. ഈ സമയം മൂന്നാമത്തെ കൈജു യുറേക്കയുമായിട്ട് ഫൈറ്റിംഗ് ആയിരുന്നു. അതിനിടയിൽ ബോംബ് റിലീസ് ചെയ്യാനുള്ള മെഷീൻ കേടായി പോയി. ഇനി അവർക്ക് ബോംബിടാൻ പറ്റില്ല. കുറെ നേരത്തെ ഫൈറ്റിനൊടുവിൽ യുറേക്ക കൈജുവിന്റെ 2 കൈകളും വെട്ടിക്കളഞ്ഞു. ഉടനെ അത് സഹായത്തിന് വേണ്ടി രണ്ടാമത്തെ കൈജുവിനെയും കൂടെ വിളിച്ചു വരുത്തി. ജിപ്സിയുടെ ഒരു കാല് കേടായതിനാൽ അവർക്ക് കൃത്യസമയത്ത് യുറേക്കയെ വന്ന് രക്ഷിക്കാൻ തീർച്ചയായും കഴിയില്ല. അപ്പോൾ ഇനി എന്തായാലും രക്ഷയില്ലെന്ന് സ്റ്റാക്കറിന് മനസ്സിലായി. അതുകൊണ്ട് സ്റ്റാക്കർ ഒരു ഐഡിയ പറഞ്ഞു. 2 കൈജൂസും അടുത്തെത്തുമ്പോൾ യുറേക്കയിലുള്ള ബോംബ് പൊട്ടിക്കും. ആ വിസ്ഫോടനത്തിൽ 2 കൈജൂസും ചാകും. ജിപ്സിയുടെ എഞ്ചിൻ ന്യൂക്ലിയർ പവറിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും കൈജുവിന്റെ ശരീരവും എടുത്തുകൊണ്ട് ബ്രീച്ചിലേക്ക് ചാടിയാൽ ബ്രീച്ച് തുറക്കപ്പെടും. എന്നിട്ട് ജിപ്സിയുടെ ന്യൂക്ലിയർ എഞ്ചിൻ പൊട്ടിച്ചാൽ ഈ ബീച്ചിനെ തകർക്കാൻ കഴിയും. സ്റ്റാക്കർ പറയുന്നത് തന്നെയാണ് ഒരേ ഒരു മാർഗമെന്ന് ചക്കും അംഗീകരിച്ചു. അത് കേട്ട് മാക്കോയ്ക്കും ഹെർക്കിനും ഭയങ്കര സങ്കടം തോന്നി. ശേഷം കൈജൂസ് അടുത്തെത്തിയതും സ്റ്റാക്കറും ചക്കും കൂടെ ബോംബ് പൊട്ടിച്ചു. അങ്ങനെ 2 കൈജൂസും പടമായി. ശേഷം ജിപ്സി രണ്ടാമത്തെ കൈജുവിന്റെ ശരീരവും വലിച്ചെഴിച്ചുകൊണ്ട് നേരെ ബ്രീച്ചിലേക്ക് ചാടാൻ പോയി. എന്നാൽ ബ്രീച്ചിന്റെ തൊട്ടടുത്തെത്തിയതും മൂന്നാമത്തെ കൈജു മുന്നിൽ വന്ന് നിന്നു. അത് യഥാർത്ഥത്തിൽ ചത്തിട്ടുണ്ടായിരുന്നില്ല. കൂടുതലൊന്നും ആലോചിക്കാതെ ജിപ്സി മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ചാടി വന്നു. വന്ന വരവിൽ തന്നെ അത് കൈജുവിന്റെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കുകയും ചെയ്തു. അങ്ങനെ അവർ ആ കൈജുവിനെയും കൊണ്ട് ബ്രീച്ചിലേക്ക് ചാടി. ബ്രീച്ചിനുള്ളിലെത്തിയതും റേ മാക്കോയെ ഒരു എസ്കേപ്പ് പോഡിൽ കയറ്റി ഇജക്ട് ചെയ്തു. എന്നിട്ട് ന്യൂക്ലിയർ എഞ്ചിൻസിനെ പൊട്ടിത്തെറിപ്പിക്കാൻ നോക്കി. പക്ഷേ നിർഭാഗ്യവശാൽ അതിന്റെ ബട്ടൺ വർക്കാകുന്നില്ല. ഇനി എഞ്ചിൻ വെച്ചിരിക്കുന്ന റൂമിൽ അവൻ നേരിട്ട് പോകണം. അവിടെ മറ്റൊരു ബട്ടൺ ഉണ്ട്. അത് അമർത്തിയാലേ എഞ്ചിൻ പൊട്ടിത്തെറിക്കൂ. അങ്ങനെ അവൻ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചു. ജിപ്സി ചുമരുകളിൽ തട്ടി കുലുങ്ങുന്നതിനാൽ അവൻ പലതവണ വീണ് എഞ്ചിൻ റൂമിൽ എത്തിയപ്പോഴേക്കും ജിപ്സി അപ്പുറത്തെ ഏലിയൻസിന്റെ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയിരുന്നു. ആകാശത്തിൽ മനുഷ്യരുടെ ബൃഹത്തായ നിർമ്മിതി കണ്ട് ഏലിയൻസ് എല്ലാം ഭയത്തോടെ നോക്കി നിന്നു. ഒടുവിൽ ബോംബ് ആക്ടിവേറ്റ് ചെയ്തിട്ട് അവനും ഒരു എസ്കേപ്പ് പോഡിൽ കയറി രക്ഷപ്പെട്ടു. അവൻ ബ്രീച്ച് കടന്ന് ഭൂമിയിൽ തിരിച്ചെത്തിയതും ബോംബ് പൊട്ടിയതും ഒരുമിച്ചായിരുന്നു. ബ്രീച്ച് എന്നേക്കുമായിട്ട് തകർന്നു. അങ്ങനെ വിജയകരമായിട്ട് ദൗത്യം പൂർത്തിയാക്കി. അത് കണ്ടപ്പോൾ കൺട്രോൾ സെന്ററിൽ ഉണ്ടായിരുന്ന എല്ലാവരും സന്തോഷിച്ചു. വിസ്ഫോടനത്തിൽ കുറെ ഏലിയൻസും ഭസ്മമായി പോയതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സമയം മാക്കോ മുകളിലെത്തിയിരുന്നു. ചുറ്റും നോക്കിയപ്പോൾ റേയെ കാണുന്നില്ല. അപ്പോൾ അവനും കൊല്ലപ്പെട്ട് കാണുമെന്നാണ് അവൾ കരുതിയത്. എന്നാൽ കുറച്ചു കഴിഞ്ഞതും അവന്റെ എസ്കേപ്പ് പോഡും മുകളിൽ കയറി വന്നു. അത് കണ്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. പിന്നെ കുറച്ചു കഴിഞ്ഞ് അവരെ രക്ഷിക്കാൻ ഹെർക്ക് അയച്ച ഹെലികോപ്റ്റേഴ്സ് വന്നു. അങ്ങനെ എല്ലാം ശുഭകരമായിട്ട് അവസാനിച്ചു. അടുത്ത് മറ്റൊരു സീൻ കാണിക്കുന്നുണ്ട്. നേരത്തെ ചത്തുപോയ കുട്ടി കൈജുവിന്റെ ഉള്ളിൽ നിന്നും ഹാനിബല് ഇറങ്ങി വരികയാണ്. അപ്പോൾ അവനും മരിച്ചിട്ടില്ല. ആ രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.